ഹലോ, അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്നുള്ളത്. കാരണം ഓൾറെഡി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാനതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണോ. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളിവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബസ് നോക്കിയപ്പോഴത്തേക്ക് അത് കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടെ നമ്മളിനി തിരുവനന്തപുരത്തേക്ക് പോകുവാണ്. 2 മണിക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പം വെള്ളം വാങ്ങിക്കാനായിട്ട് വരുക. കാരണം നമ്മളിവിടുന്ന് ബസ്സിൽ നോക്കിയപ്പോൾ ബസ്സിൽ 3 മണിയാവും. ലോ ഫ്ലോർ നോക്കിയപ്പോൾ 3 മണിയാവും എന്ന് പറയുന്നത് എത്തുമ്പോഴല്ല, ലോ ഫ്ലോർ കിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. നമുക്ക് ട്രെയിനിൽ കയറിയിട്ടുള്ള കാഴ്ചകളിൽ കാണാം. എൻ്റെ വോയിസ് ഓഡിബിൾ ആണെന്ന് അറിയത്തില്ല, നോക്കാം. നമ്മളിപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. കൂടെ ആരുള്ളത് തിരിഞ്ഞ് നടന്നു പോകുന്നു, എന്നിട്ടിട്ട് നടന്നുപോയി. നമ്മളിപ്പം ലുലുവിൽ കയറാൻ പോണേ. എത്തി. ഇവിടെ നിന്ന് ഒരുപാട് സമയമുണ്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ലുലുവിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അതിഭീകര തിരക്കാണ് ഗായ്സ്. ഇത് കണ്ടോ? ഒന്ന് ലൈറ്റായിട്ട് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അതിഗംഭീര തിരക്ക്. അതിനടുത്ത് ഈ ബാഗും എല്ലാം ഉണ്ട്. നോക്ക്. നമ്മൾ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ഒരു പരിപാടിയൊക്കെ നടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട് കയറാൻ ഓർത്ത് ഫുഡ് കഴിക്കാൻ അവിടെ പാരഗണിൽ കയറി. നമ്മൾ അവിടെ നിന്നൊരു ഗ്രേപ്പ് ജ്യൂസും ലൈമും ഗ്രേപ്പ് ജ്യൂസും ഓർഡർ ചെയ്തു. ഞാൻ അവിടുത്തെ ആ ഒരു സ്റ്റിക്ക് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ഇത് തോന്നി. കാരണം മറ്റേ ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റിക്കായിരുന്നു നമ്മുടെ സ്ട്രോ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. കാരണം പാരഗണിലെ ബിരിയാണിയാണ് കുറച്ചുകൂടി എനിക്കിഷ്ടം. അങ്ങനെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് എടുക്കാൻ അക്കുവിനടുത്ത് പറഞ്ഞതാണ്. പക്ഷെ അക്കു ബിരിയാണി കണ്ടതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ വീഡിയോ തിരിച്ചെടുത്ത് നമ്മളെങ്ങനെ ലുലുവിൽ ഇറങ്ങുവാണ്. ഇങ്ങനെ കറക്റ്റ് വരുന്നത് എനിക്കറിയാം. ഇല്ല, പേടിച്ചൊന്നുമില്ല. നമ്മൾ നേരെ ഇനി എയർപോർട്ടിലേക്ക് പോകാൻ പോണേ. അയ്യോ, നമ്മളങ്ങനെ എയർപോർട്ട് എത്തി ഗൈസ്. എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം 9:09 ആകുമ്പോൾ നമ്മൾ കയറണമായിരുന്നു. നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 12:05 പക്ഷേ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടും പിന്നെ ഒരു 1 hour ഡിലേ ആയിട്ടായിരുന്നു ഫ്ലൈറ്റ് വന്നത്. ഞാൻ ഫസ്റ്റ് ടൈം കയറുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് സംഭവം, എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. എങ്ങനെയാണ് നമുക്കറിയത്തില്ലല്ലോ. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഫ്ലൈറ്റിൽ കയറാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പക്ഷേ എങ്ങനെയാണോ പ്രൊസീജിയർ ഒന്നും അറിയത്തില്ല. കാരണം നമ്മൾ എന്തോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മളവിടെ നിന്ന് പിന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. 1.5 hours വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. പിന്നെ ഞാൻ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു ഗൈസ്. കാരണം ഞാൻ അവിടെ നിന്ന് ഒരു ഇച്ചിരിയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡ്. എനിക്ക് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുത്തല്ലോ. നമ്മളവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം പോയി. ആ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിശപ്പ് ഭീകരമായപ്പോഴത്തേക്കും ഞാൻ പറയുന്ന ഒരു കുപ്പി വെള്ളം മേടിക്കാൻ പറഞ്ഞു. എയർപോർട്ടിനകത്ത് ഒരു കുപ്പി വെള്ളം മേടിച്ചപ്പോൾ 180 160 രൂപ ഒരു ബോട്ടിൽ. ഇതാ കാണുന്ന ബോട്ടിൽ വെള്ളം മേടിച്ചപ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മൊത്തം വിഷയമാകും. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഭയങ്കര വിശപ്പുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ അതൊക്കെ മറന്നു. പിന്നെ അക്കു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വിഷമം വന്നത്, നമ്മൾ ടിക്കറ്റ് എടുത്ത ടൈമിൽ നോക്കില്ലായിരുന്നു. 2 പേർക്ക് 2 സീറ്റായിപ്പോയി. അടുത്തടുത്ത് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അതൊരു വിഷമമായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, അടുത്തടുത്ത് കിട്ടിയില്ലെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ നമ്മുടെ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. നമ്മൾ കാരണം എല്ലാം കൊണ്ടിടുമ്പോഴത്തേക്ക് ഇനി മൊത്തം ലാഗ് ആവും എന്ന് ഓർത്തിട്ട് ഞാൻ അടുത്ത വീട്ടിലിടുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ബൈ.